എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPLന്റെ ആവേശ കൊടുമുടിയിൽ നിൽക്കുന്ന 11ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തെറിഞ്ഞ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുമ്പോൾ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം കവർന്ന ഒരു അവിസ്മരണീയ നിമിഷത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതെ, മത്സരശേഷം ക്രിക്കറ്റ് ഇതിഹാസം MS ധോണിയുടെ പാദങ്ങളിൽ തൊട്ടുവണങ്ങിയ വിരാട് കോഹ്ലി, രജിത് പാട്ടിദാർ, ടിം ഡേവിഡ്, ദേവ്ദത്ത് പടിക്കൽ, കൃണാൽ പാണ്ഡ്യ എന്നിവരെക്കുറിച്ച് നടത്തിയ വൈകാരികമായ പ്രതികരണം കേട്ടാൽ നിങ്ങളും ആദരവോടെ സല്യൂട്ട് ചെയ്തു പോകും. ഈ ആവേശകരമായ വാർത്തയുടെ പൂർണ്ണരൂപം അറിയാൻ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഒരു കടുത്ത കിങ് കോഹ്ലി ആരാധകനാണെങ്കിൽ കമന്റ് ബോക്സിൽ കിങ് കോഹ്ലി എന്ന് കുറിക്കാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. IPL 2026 ഈ 11ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയായിരുന്നു. ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ബാംഗ്ലൂരിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ഓപ്പണിംഗിനായി ഇറങ്ങിയ വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും തുടക്കം മുതൽ തന്നെ തങ്ങളുടെ വിനാശകാരിയായ ആക്രമണോത്സുകത പുറത്തെടുത്തു. പവർ പ്ലേയിൽ തന്നെ ചെന്നൈ ബൌളർമാരുടെ മേൽ ഇടിത്തീ പോലെ വീണ ഫിൽ സാൾട്ട് 30 പന്തുകളിൽ നിന്ന് അതിമനോഹരമായ ഫോറുകളുടെയും സിക്സറുകളുടെയും അകമ്പടിയോടെ 46 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ മറുഭാഗത്ത് 18 പന്തിൽ 28 റൺസ് നേടി വിരാട് കോഹ്ലി മികച്ച പിന്തുണ നൽകി RCBയുടെ അടിത്തറ ശക്തമാക്കി. പവർ പ്ലേയിൽ തന്നെ 50-ലധികം റൺസ് നേടിയ RCB മത്സരത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ക്രീസിലെത്തിയ ദേവ്ദത്ത് പടിക്കൽ റൺ നിരക്കിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും തികച്ചും ക്ലാസിക്കൽ ശൈലിയിൽ ബാറ്റ് വീശി 30 പന്തുകളിൽ നിന്ന് 50 റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ കണ്ട കവർ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും ടൈമിംഗും ക്രിക്കറ്റ് സൗന്ദര്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു. സ്പിന്നർമാർക്കെതിരെ പോലും യാതൊരു ദയയുമില്ലാതെ തുടർച്ചയായി ബൗണ്ടറികൾ പായിച്ച് അദ്ദേഹം ടീമിനെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചു. അതിനുശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ രജിത് പാട്ടിദാറും ടിം ഡേവിഡും ചേർന്ന് നടത്തിയ സംഹാര താണ്ഡവം മത്സരത്തെ പൂർണ്ണമായും RCBയുടെ പിടിയിലാക്കി. 19 പന്തിൽ പുറത്താകാതെ 48 റൺസ് നേടിയ പാട്ടിദാർ മൈതാനത്തിന്റെ 4 പാടും ഷോട്ടുകൾ പായിച്ച് ബൌളർമാർക്ക് യാതൊരു പഴുതും നൽകിയില്ല. അതേസമയം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ടിം ഡേവിഡ് വെറും 25 പന്തുകളിൽ നിന്ന് 8 പടുകൂറ്റൻ സിക്സറുകൾ ഉൾപ്പെടെ 70 റൺസിന്റെ സ്ഫോടനാത്മകമായ ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ കരുത്തിൽ പന്തുകൾ തുടർച്ചയായി കാണികൾക്കിടയിലേക്ക് പറന്നപ്പോൾ റൺ റേറ്റ് ആകാശത്തോളം ഉയർന്നു. ഇരുവരും തമ്മിലുള്ള ഈ മാന്ത്രിക കൂട്ടുകെട്ട് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഒരു ഘട്ടത്തിൽ സാധാരണ സ്കോറിൽ ഒതുങ്ങുമെന്ന് കരുതിയ RCB ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 200 ഓവറിൽ 250 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പടുത്തുയർത്തി. ഓരോ ബാറ്ററും തങ്ങളുടെ പൂർണ്ണ സംഭാവന നൽകിയ ഈ പെർഫെക്റ്റ് ബാറ്റിംഗ് ഷോയിൽ യഥാർത്ഥ ഹീറോകൾ തങ്ങളുടെ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ മത്സരത്തെ ഏകപക്ഷീയമാക്കിയ പാട്ടിദാറും ടിം ഡേവിഡുമായിരുന്നു. തുടർന്ന് 251 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് അതിവേഗത്തിലുള്ള എന്നാൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞ ഒരു തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണിംഗിനിറങ്ങിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദും സഞ്ജു സാംസണും ആദ്യ പന്ത് മുതൽ തന്നെ ആക്രമണ ശൈലി പുറത്തെടുത്തു. എന്നാൽ ചില മികച്ച ഷോട്ടുകൾക്ക് ശേഷം ഗേക്വാദ് വെറും 7 റൺസിന് പുറത്തായത് ചെന്നൈക്ക് കനത്ത പ്രഹരമായി. പിന്നാലെ എത്തിയ ആയുഷ് മാത്രയ്ക്കും അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീണെങ്കിലും തളരാതെ സഞ്ജു സാംസൺ തന്നെ ആക്രമണം തുടരുകയും മനോഹരമായ ഷോട്ടുകൾ നേടി സ്കോർ ബോർഡ് ചലിപ്പിക്കുകയും ചെയ്തെങ്കിലും 9 റൺസിന് അദ്ദേഹവും മടങ്ങിയതോടെ ചെന്നൈയുടെ നില പരിങ്ങലിലായി. എന്നിരുന്നാലും സർഫറാസ് ഖാൻ ക്രീസിലെത്തി 25 പന്തിൽ 50 റൺസിന്റെ വേഗമേറിയ ഇന്നിംഗ്സിലൂടെ നിരവധി കരുത്തുറ്റ ഷോട്ടുകൾ പായിച്ച് ടീമിനെ കരകയറ്റാൻ ശ്രമിച്ചു. ഒപ്പം കാർത്തിക് ശർമ്മ 6 റൺസ് സംഭാവന ചെയ്തെങ്കിലും അദ്ദേഹത്തിനും അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. തുടർച്ചയായ വിക്കറ്റ് വീഴ്ചകൾ ചെന്നൈയുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. എന്നാൽ ശിവം ദൂബെ ഒരു വശം കാത്തുസൂക്ഷിച്ച് 10 പന്തിൽ 17 റൺസും പ്രശാന്ത് വീർ 12 റൺസും നേടി പവർ പ്ലേയിൽ 77 റൺസ് എന്ന മികച്ച നിലയിൽ ചെന്നൈയെ എത്തിച്ചെങ്കിലും നിരന്തരമുള്ള വിക്കറ്റ് വീഴ്ചകൾ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചു. ടീം മത്സരത്തിലേക്ക് തിരിച്ചുവരികയാണെന്ന് തോന്നുമ്പോഴെല്ലാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബൌളർമാർ തങ്ങളുടെ കൃത്യമായ ലൈനിലൂടെയും ലെങ്തിലൂടെയും വിക്കറ്റുകൾ വീഴ്ത്തി ബാറ്റർമാരെ വരിഞ്ഞുമുറുക്കി. മത്സരത്തിന്റെ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും വിരാട് കോഹ്ലി തന്റെ സഹതാരങ്ങളെ വാനോളം പുകഴ്ത്തി. പാട്ടിദാറിന്റെ അപാര കഴിവിനെയും ആത്മവിശ്വാസത്തെയും അത്ഭുതത്തോടെ നോക്കിക്കണ്ട കോഹ്ലി വലിയ വേദികളിൽ അവൻ ടീമിന് എത്രത്തോളം വിലപ്പെട്ടവനാണെന്ന് ഓർമ്മിപ്പിച്ചു. ടിം ഡേവിഡിന്റെ സിക്സറുകൾ ഇപ്പോഴും തന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുവെന്നും പന്തുകളെ സ്റ്റാൻഡിലേക്ക് പറത്തിയ ആ പ്രകടനം ഒരു പ്രത്യേക അനുഭവമായിരുന്നുവെന്നും ഡെത്ത് ഓവറുകളിലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മത്സരത്തെ തങ്ങളുടെ വരുതിയിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പടിക്കലിന്റെ ക്ലാസിക് ശൈലിയെയും ആക്രമണോത്സുകതയെയും പ്രശംസിച്ച കോഹ്ലി ഇത്തരം കളിക്കാർ ടീമിന് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. കൂടാതെ സർഫറാസ് ഖാനിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തി മത്സരത്തിന്റെ ഗതി മാറ്റിയ കൃണാൽ പാണ്ഡ്യയുടെ ബൌളിംഗിനെ അഭിനന്ദിക്കാനും അദ്ദേഹം മറന്നില്ല. ആ വിക്കറ്റിന് ശേഷം തങ്ങൾ കളി പൂർണ്ണമായും വരുതിയിലാക്കിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ടീമിലെ പോസിറ്റീവ് എനർജിയെക്കുറിച്ചും ഓരോ കളിക്കാരന്റെ സമർപ്പണത്തെക്കുറിച്ചും വാചാലനായ കോഹ്ലി മുൻപത്തെ പോലെ തന്നെ താൻ ഇപ്പോഴും ക്രിക്കറ്റ് ആസ്വദിക്കുന്നുവെന്നും തങ്ങളുടെ ഒരേയൊരു ലക്ഷ്യം ഈ വർഷത്തെ ട്രോഫി ഉയർത്തുകയാണെന്നും ഇതിനായി ടീം മുഴുവൻ ജീവൻ നൽകി പോരാടുമെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇതൊരു വെറും വിജയപ്രഖ്യാപനം മാത്രമല്ലായിരുന്നു, മറിച്ച് ക്രിക്കറ്റ് എന്ന വികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിമാനത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു. നിലവിൽ 9.1 ഓവറിൽ 106 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിൽ ചെന്നൈക്ക് വിജയത്തിലേക്ക് ഇനിയും 65 പന്തിൽ 145 റൺസ് കൂടി വേണം. എന്നിരിക്കെ മത്സരം അതിന്റെ സസ്പെൻസിന്റെ അവസാന വക്കിലെത്തി നിൽക്കുകയാണ്. ചെന്നൈയുടെ തിരിച്ചുവരവിനും ബാംഗ്ലൂരിന്റെ ആധിപത്യത്തിനുമിടയിൽ ഒരു ആവേശ പോരാട്ടമാണ് നടക്കുന്നത്. ഈ ചരിത്ര
വിജയത്തിന്റെ ആഘോഷങ്ങൾക്കിടയിലാണ് മുഴുവൻ ബാംഗ്ലൂർ ക്യാമ്പും ആഹ്ലാദിക്കുമ്പോൾ വിരാട് കോഹ്ലി നേരിട്ട് MS ധോണിയുടെ അടുത്തേക്ക് നടന്നെടുക്കുകയും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തത്. ക്രിക്കറ്റ് കേവലം ഒരു കളി മാത്രമല്ല, മറിച്ച് വികാരങ്ങളുടെ ഒരു വലിയ ലോകമാണെന്ന് തെളിയിക്കുന്ന ആ നിമിഷം ഏതൊരു കായിക പ്രേമിയുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. പ്രസന്റേഷൻ സെറമണിയിൽ കോഹ്ലി വികാരാധീനനായി പറഞ്ഞത് ധോണി വെറുമൊരു കളിക്കാരനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയമിടിപ്പാണെന്നും സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നും ഒരു ടീമിനെ എങ്ങനെ നയിക്കാമെന്നും കോഹ്ലി പഠിച്ചത് ആ മഹാനായ നായകനിൽ നിന്നാണെന്നും താൻ മൈതാനത്തിറങ്ങുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പാഠങ്ങൾ ഒപ്പമുണ്ടെന്നും ധോണിയുടെ ഒപ്പം കളിക്കുന്നതും അദ്ദേഹത്തിനെതിരെ കളിക്കുന്നതും സമാനതകളില്ലാത്ത അനുഭവമാണെന്ന് കോഹ്ലി പറഞ്ഞു. ആ മഹാനായ ലീഡറിന്റെ സ്ഥാനം നികത്താൻ മറ്റാർക്കും കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്തായാലും ചെന്നൈയുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ബാംഗ്ലൂർ ബൌളർമാർ തങ്ങളുടെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയതോടെ പൊരുതി നോക്കാൻ പോലുമാകാതെ ബാക്കി വന്ന വിക്കറ്റുകൾ കൂടി ഒന്നിനു പുറകെ ഒന്നായി നിലംപൊത്തിയിരുന്നു. ആകാശം മുട്ടുന്ന ആർപ്പ് വിളികളോടെ ചിദംബരം സ്റ്റേഡിയം ഇളകിമറിയുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ ഐതിഹാസിക മത്സരത്തിൽ ആധികാരികമായ വിജയം സ്വന്തമാക്കി തങ്ങളുടെ വിജയക്കുതിപ്പ് രാജകീയമായി തന്നെ തുടരുകയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. എന്നാൽ സ്കോർ ബോർഡിലെ ആ കൂറ്റൻ വിജയത്തേക്കാൾ ഉപരി കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എന്നേക്കുമായി കൊത്തിവെക്കപ്പെട്ടത് വിരാട് കോഹ്ലി എന്ന അതുല്യ പ്രതിഭ MS ധോണി എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിനു മുന്നിൽ ആദരവോടെ തലകുനിച്ച ആ അപൂർവ നിമിഷമാണ്. പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ നേർക്കാഴ്ച ഇത് വെറുമൊരു കളി മാത്രമല്ലെന്നും അതിലുപരി ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വികാരങ്ങളുടെ മഹാസമുദ്രമാണെന്നും നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വിജയത്തിന്റെ ആഘോഷങ്ങൾക്കൊപ്പം ഇതിഹാസങ്ങളുടെ ഈ സംഗമം ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്നത് തീർച്ചയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.